ഇന്ന് രാവിലെ നമ്മുടെ സഭായങ്ങൾക്ക് സംബന്ധിച്ചു UK സമയ വ്യത്യാസമുണ്ട്, മറ്റ് രാജ്യങ്ങളൊക്കെ സമയ വ്യത്യാസമുണ്ട്, പല ടൈം സോണുകളിലാണ് നമ്മളായിരിക്കുന്നത്. വ്യത്യസ്ത സമയങ്ങൾ നമ്മുടെ സഭായങ്ങളെ സംബന്ധിച്ചു ഈ വൈകി വേളയിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സഭായത്തെയോട് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള സമയം ദൈവത്തിന് സൂക്ഷിയാണല്ലോ. അതിനെ സൂക്ഷ ചെയ്യുന്നത് അനുഗ്രഹീതനായ ബിഷപ്പ് പക്ഷ രാജേഷ് ചെറിയാൻ അവർകളാണ്. കഴിഞ്ഞ നാളുകളിൽ ശാരീരികമായ പ്രയാസങ്ങൾ കടന്നുപോയി. ഹാർട്ട് സംബന്ധമായിരിക്കുന്നതായ പ്രോബ്ലം തന്നെ ബാധിച്ചു. അതിന് ദൈവമായ വിടുതൽ കൊടുത്തു. സങ്കീർത്തനത്തിൽ നിന്ന് പ്രിയ കർത്താവദാസ് മാത്യൂസ് അവരിലൂടെ കേട്ടതുപോലെ തൻ്റെ കക്ഷതയിൽ തൻ്റെ ആ സങ്കടങ്ങളിൽ ദൈവത്തോട് കഴിച്ചതായ നടപടിക്ക് മറുപടി കൊടുത്തു. ആരോഗ്യത്തോടെ നമ്മുടെ മധ്യയെ കൂട്ടി വരുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അഭിഷേകത്തിനെ ശക്തമായ ദൈവം ഉപയോഗിക്കേണ്ടതിന് ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുഴുവനായി ബഹുമാന്യ അഭിഷേകത്തിൽ നമ്മുടെ സീനിയർ പാസ്റ്റർ രാജി ചക്രവർത്തി നമ്മുടെ മധ്യയുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും ചെയ്യും. അതിന് സൂക്ഷിക്കായിട്ട് കർത്താവിൻ്റെ അഭിഷേകത്തിനെ വെൽക്കം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്ത് കഴിയുന്നവർക്കെല്ലാം വീഡിയോ ഓൺ ചെയ്ത് ആത്മാർത്ഥമായ അതിനെ സൂക്ഷി ആദ്യയോടെ നമുക്ക് പങ്കുകൊള്ളാം. താമെ അനുഗ്രഹിക്കട്ടെ. വെൽക്കം രാകേഷ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഒരു സന്ധ്യാസമയം കൂടി, സന്ധ്യാസമയത്ത് സഭായോഗത്തിൽ റീമ പ്രയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ കർത്താവ് എന്നോട് കാണിച്ച കരുണയോർത്ത് ദയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മാസങ്ങളെല്ലാം കർത്താവ് നമ്മുടെ ഉള്ളംകൈയിൽ വഹിച്ചല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ യോഗ അധ്യക്ഷനായിരിക്കുന്ന ജോസഫ് പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്ന, തൻ്റെ കുടുംബത്തിനായി തൻ്റെ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യട്ടെ. അത് സ്വതപ്പാട്ടുകൾ പാടി നമ്മളെ സഹായിച്ച സ്വതം BA ജോസ് ബ്രദറിനായി, പൊത്താനിക്കാട് ജോസ് ബ്രദറിനായി സ്തോത്രം ചെയ്യുന്ന തന്നെയും തൻ്റെ കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം സംഗീതന പ്രബോധത്തിൽ നിന്ന് അല്പമായി കർത്താവിൻ്റെ വചനം അതേ ശക്തിയോടെ പങ്കുവച്ച മാത്യു സോദരനായി സ്തോത്രം ചെയ്യുന്ന തന്നെയും കുടുംബമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം നമ്മുടെ കഷ്ടങ്ങളിൽ അതേ സ്തോത്രം നമുക്ക് തുണയായി നിൽക്കുന്ന, നമ്മളെ വിടുവിക്കുന്ന, നമ്മുടെ രോഗാവസ്ഥയിൽ നമുക്ക് സൗഖ്യം നൽകുന്ന, നമ്മുടെ ഏതൊരവസ്ഥയിലും നമ്മളെ വിടുവിപ്പാൻ സഹായിപ്പാൻ നമ്മളെ ഉദ്ധരിപ്പാൻ ശക്തനായ കർത്താവിൽ ആശ്രയിപ്പാനും ആ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതം അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഇന്നും ആയുസ്സുമാർഗി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്ന, മറ്റുള്ള എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന, ജയകുമാരി സൗദിക്കായി സ്തോത്രം. കർത്തദാസി കർത്തത്തോളം സഹായിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. പൂർണ്ണ സൗഖ്യത്തോടെ കർത്താവ് നിർത്തട്ടെ. സ്തോത്രം. മറ്റുള്ള രാജി ചാക്കുപാസനായി സ്തോത്രം കുടുംബത്തിനായി സ്തുതിക്കുന്നു. മറ്റുള്ള ദേവദാസ്പത്യമായി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത അജീഷ് പാസനായി സ്തോത്രം ചെയ്യുന്നു, തൻ്റെ കുടുംബത്തിനായി സ്തുതിക്കുന്നു. സഭാപ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് പകൽ സ്തോത്രം ദൈവസന്നിധി നമുക്ക് നമ്മുടേതായ സഭകളിൽ സഭായോഗം കൂടാൻ കർത്താവ് സഹായിച്ചതിന് ശേഷം വൈകിട്ടത്തെ ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നൽകുന്ന എല്ലാ കൃപയ്ക്കും സാവകാശനായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനും സ്തോത്രം മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ദിവസങ്ങളൊക്കെ കർത്താവ് സഹായിച്ചല്ലോ. നാളെ മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന വലിയ അനുഗ്രഹവും വിടുതലും സൗഖ്യമായി തീരട്ടെ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവപ്രവൃത്തി ക്ഷണിക്കപ്പെട്ട കർത്തദാസന്മാരുടെ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ, ഗ്രൂപ്പിന് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ നമ്മുടെ ജീവിത കർത്താവ് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ, കർത്താവ് ചെയ്ത പ്രവൃത്തികൾ ഓർക്കുമ്പോൾ അത് വർണ്ണിപ്പാൻ നമുക്ക് സമയം പോരാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ സഭായോഗങ്ങൾ അതൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതിനുവേണ്ടിയാണ് നമ്മോട് പറയുന്ന സുവിശേഷ പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുവാനും സുവിശേഷ പ്രവർത്തനത്തിന് പോകാൻ വേണ്ടി. കാരണം നമുക്ക് ലഭിച്ച സൗഖ്യം, നമുക്ക് ലഭിച്ച കർത്താവ് ചെയ്ത നന്മ നമ്മൾ മറ്റുള്ളവരോട് ജാതികളോട് പോയി അറിയിക്കുമ്പോൾ നമുക്ക് അവരോട് ഇരുന്ന് സംസാരിക്കാൻ സമയം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ആ നന്മ അവരോടാണ് പറയേണ്ടത്. കർത്താവ് ചെയ്ത നന്മ നമ്മളെ സഭയിൽ അറിയിക്കണം. പക്ഷേ നമുക്ക് സഭയിൽ അറിയിക്കാൻ സമയം ലഭിക്കുന്നില്ലല്ലോ ഇന്നത്തെ കാലത്ത്. പണ്ടങ്ങളിലായിരുന്നു സമയങ്ങൾ ലഭിക്കുകയാണ്. കാരണം സമയം നോക്കാതെ അതേ സഭായോഗങ്ങൾ പോവുമായിരുന്നു. 2, 3 മണി 4 മണി വരെ ഒക്കെ ആയിരുന്നു. വൈകിട്ടത്തെ ചായം കഴിഞ്ഞിട്ടാണ്, കഞ്ഞി കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല,
എന്നുള്ളൊരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് സ്തോത്രം, വലിയ സമയം കുഞ്ഞുങ്ങൾ പോലും സമയം നോക്കിയാണ് കുഞ്ഞുങ്ങളിരിക്കുന്നത്. കാരണം അവർക്ക് അതിന് മുമ്പേ പോയ സൺഡേ സ്കൂളോ അതിന് ശേഷം സൺഡേ സ്കൂളാണെങ്കിൽ സഭായോഗത്തിൽ നോക്കിയിട്ട് 12 മണിക്ക് സമയം നോക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾ, കാരണം അതിനുശേഷം പോയി ചായയോ അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ട് വേണം സൺഡേ സ്കൂളിൽ പോയി ഇരിക്കുവാൻ. അപ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് പോയാൽ ആ 5 മിനിറ്റ് പിന്നെയും ലേറ്റ് ആകും സ്തോത്രം. അതുകൊണ്ട് അവർ പോലും സമയം നോക്കിയാണ് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്നത്. എങ്കിലും ഇന്ന് ഈ 5-ാം മാസം 4-ാം തീയതി കർത്താവ് നമ്മളെ ഉള്ളംകൈയിൽ വഹിച്ച് അത്ഭുതമായി നടത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വീഴാതവണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള കർത്താവിനെ അതേ സ്വതം ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് കർത്താവിനെ ഒരുമിച്ച് ആത്മാവിൽ മനസ്സോടെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. സ്വത്തിൽ നിന്ന് ഞങ്ങൾ പോയ പങ്കെടുത്ത സഭായോഗത്തിൽ അവിടെയുള്ള ദേവദാസൻ പ്രബോധിപ്പിച്ച സംഗീതത്തിൽ നിന്ന് 1-2 കാര്യം ഓർപ്പിച്ച് ഞാൻ വചനശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വിഷയം അതല്ല എങ്കിലും എന്നെ 1-2 കാര്യങ്ങൾ ദൈവാത്മാവ് എന്നെ സ്പർശിച്ചു. അത് അവിടെ പറയുവാനും കർത്താവ് സഹായിച്ചു. അതെന്നെ നിങ്ങളോട് പ്രാരംഭത്തിൽ ഓർപ്പിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന വചനം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 40-ാം സങ്കീർത്തനം 1-ാം വാക്യവും 17-ാം വാക്യം, 17 വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനമാണ്. എടുക്കുന്നത് നമുക്ക് കാണപ്പാടുള്ള വാക്യമാണ്. 40-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം പറയുന്നത്, ദാവീദ് രാജാവ് പറയാൻ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. സ്തോത്രം. ഒരു രാജാവ് എന്ന് പറയാനുള്ള, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കാര്യം, അപ്പോൾ പിന്നെ നമുക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല. ജോലി ഭാരം ഉണ്ടെന്നോ, മക്കളുടെ വിഷയമാണെന്നോ, സഭയുടെ വിഷയമുണ്ടെന്നോ, കാരണം അതിലൊക്കെ 100 ഇരട്ടി തിരക്കില്ല മനുഷ്യനാണല്ലോ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. താൻ 3 നേരം സമയമെടുത്ത് ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അന്നത്തെ കാലത്തെ ആരാധന നമുക്ക് അറിയാലോ, യാഗം അർപ്പിക്കണം. നമ്മളെ പോലെ ഇന്നപോലെ പെട്ടെന്ന് പായ വിരിച്ചിരിക്കുന്ന ഒരു അനുഭവമല്ല. പ്രൈസ് ദി ലോർഡ്. പായ വിരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് പായ പോലും ഇപ്പോൾ വിരിക്കുന്നില്ല. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുന്ന ആ കസേരയിലോ സോഫയിലോ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്രത്തോളം എളുപ്പം നമ്മളാക്കി. ദൈവം അത് എളുപ്പമാക്കിയിട്ടില്ല. സ്തോത്രം. ദൈവം അത് എളുപ്പമാക്കിയില്ല. ഇന്നും മുട്ടുകുത്തിയാലേ ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരത്തുള്ളൂ എന്ന് പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. മുട്ടുകുത്താതെ നമ്മൾ എത്ര വിശുദ്ധരാന്ന് പറഞ്ഞാലും ദൈവം പ്രവർത്തിക്കില്ല. കാരണം നമ്മളെക്കാട്ടും വിശുദ്ധന്മാരായവർ മുട്ടുകുത്തി കരഞ്ഞ് അതേ സ്വതം പ്രാപിച്ച അനുഭവങ്ങളുണ്ടെങ്കിൽ ദൈവമക്കളെ നമ്മൾ മുട്ടുകുത്താതെ ഒരു രക്ഷയില്ല. തടിയാന്ന് പറഞ്ഞിട്ടോ പ്രായമാണെന്ന് പറഞ്ഞിട്ടോ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല. അത് വില പോകത്തില്ല. സ്തോത്രം. അവന് വേണ്ടി വില കൊടുത്താലേ, ആരാധനയ്ക്ക് വില കൊടുത്താലേ, പ്രാർത്ഥനയ്ക്ക് വില കൊടുത്താലേ സ്തോത്രം അതിന് മറുപടി ഉള്ളൂ എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ. കാരണം ഒരു രാജാവ് ചെയ്ത കാര്യമാണ്, ഞാനും നിങ്ങളും ചെയ്ത കാര്യമല്ല. ദാവീദ് രാജാവ് പറയാം, ഞാൻ കാത്തിരുന്നു. സ്തോത്രം. ഞാൻ കാത്തിരുന്നുകൊണ്ട് അവൻ എങ്കിലേക്ക് ചാഞ്ഞു. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം എങ്കിലേക്ക് ചാഞ്ഞു. സ്തോത്രം. ഏറ്റവും വലിയ സൗഭാഗ്യം. ഹല്ലേലൂയ. ദൂരസ്ഥരായ നമ്മളെ, അതേ ജാതികളായ നമ്മളിലേക്ക് അതേ സ്വന്തം ചാഞ്ഞു വരുന്ന ഒരു സർവശക്തനായ ദൈവത്തെ സേവിപ്പാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ രാജ്യം ഒത്തിരി കഷ്ടങ്ങളുണ്ടായിരുന്നു. രാജാവെന്ന് വിചാരിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളത് ദാവീദ് രാജാവിന് ഒരു പ്രശ്നമുണ്ട് ഇല്ലായിരുന്നു. അല്ല, ദാവീദ് രാജാവ് ധാരാളം പ്രശ്നമുണ്ടായിരുന്നു. അപ്പൻ അമ്മ മുതൽ സഹോദരന്മാർ മുതൽ അതേ സ്വതം താൻ വിവാഹം കഴിച്ച തൻ്റെ ആദ്യത്തെ ഭാര്യ മീക്കൾ തന്നെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം മീക്കളിനുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പോരാ, അവിടെ നിൽക്കില്ല. പ്രൈസ് ദി ലോർഡ്. അത് താൻ 19 മക്കളിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അബ്ശാലോം 4ാമത്തെ മകനായിരുന്നു. അത് അവനെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു, പ്രിയമുള്ളവനായിരുന്നു. പക്ഷേ ആ മകൻ തന്നെ കൊല്ലുവാനും അത് രാജസ്ഥാനത്ത് ഇരിക്കുവാനും അവൻ ബന്ധപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവസാനം അവൻ പ്രാണഹാനി വന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരു താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകനെ തനിക്ക് നഷ്ടമായി. ആ മകൻ തനിക്ക് എതിരായി ശത്രുവായി തീർന്ന അനുഭവം അവിടെ നിൽക്കില്ല. സ്തോത്രം. തൻ്റെ ശരീരത്തിൽ ധാരാളം രോഗം അനുഭവിച്ച മനുഷ്യനായിരുന്നു. താൻ തന്നെ പറയുന്നുണ്ട്, തൻ്റെ അസ്ഥികളൊക്കെ അതേ ഉരുകിപ്പോകുന്ന അനുഭവങ്ങൾ, അസ്ഥികൾ സ്വതം ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, അതേ ശരീരത്തിൽ താൻ രോഗം അനുഭവിച്ച മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അത് തൻ്റെ പാപം നിമിത്തം ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി. തൻ്റെ പാപം നിമിത്തം ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ധാരാളം എണ്ണിയാൽ തീരാത്ത അതേ സ്വത്രം ദുഃഖങ്ങളും ഭാരങ്ങളും ഉള്ളൊരു മനുഷ്യനായിരുന്നു ദാവീദ് രാജാവ്. പക്ഷേ രാജാവ് പറയാൻ, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. സ്തോത്രം. കാരണം എന്താണ്? 17-ാം വാക്യത്തിലാണ്, അതേ ആ സംഗീതത്തിന് 17-ാം വാക്യത്തിൽ അവസാനിപ്പിക്കുമ്പോൾ പറയാണ്, ഞാൻ ദരിദ്രനും അതേ സ്വന്തം എളിയവനും എങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. സർവശക്തനായ ദൈവം, ആകാശവും ഭൂമിയും സമുദ്രം അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം എന്നെക്കുറിച്ച് വിചാരിക്കുന്നു. സ്തോത്രം. അതേ ഹല്ലേലൂയ. ഒരു രാജാവിനത് പറയാൻ സാധിക്കും. രാജാവിന് എളിമ കണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ എളിവനാകുന്നു. ഞാൻ രാജാവാണെങ്കിലും ഞാൻ എളിവനാണ്, ഞാൻ ദരിദ്രനാകുന്നു. സ്തോത്രം. ആ ദാരിദ്ര്യം ഹല്ലേലൂയ നമുക്ക് അത് പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ പോലെ അതേ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അത് ആത്മീയമായ ദാരിദ്ര്യം. കർത്താവ്, എനിക്ക് അന്യഭാഷ പോരാ, ഞാൻ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ച് പോരാ, ഞാൻ ആരാധിച്ച് പോരാ, ഞാൻ കടിയടിച്ചത് പോരാ, സ്തോത്രം, ഞാൻ ഉപവസിച്ച് പോരാ, സ്തോത്രം എന്നൊരു ചിന്താഗതി ദൈവമക്കൾക്ക് ഉണ്ടാകണം. സ്തോത്രം. ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിലേ അത് ദൈവമക്കളെ കർത്താവ് നമ്മളെ നിറയ്ക്കുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതെ, എനിക്ക് വീടുണ്ട്, എനിക്ക് മക്കളുണ്ട്, എല്ലാം സ്വസ്ഥമായെന്ന് എന്ന് വിചാരിക്കുന്ന അനുഭവത്തിലാണ് കർത്താവ് നമുക്ക് വേണ്ടി ശൂന്യാവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരുത്തുന്നത്. എന്തിനു വേണ്ടി? നാം കൂടുതൽ പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥനാ വിഷയങ്ങൾ അത് നമ്മൾ സൂമിലോ അത് പ്ലാറ്റ്ഫോമിൽ പറയാൻ മാത്രം നാം അതിനുവേണ്ടി ഇടുന്നെന്ന് അത് പോരാടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ എളിയവനും ദരിദ്രനുമെങ്കിലും അത് എന്നെ വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവത്തെ സേവിപ്പാൻ കർത്താവ് നമുക്ക് സൗഭാഗ്യം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനോട് ചേർന്ന് തന്നെ ഹല്ലേലൂയ സ്തോത്രം, അത് ഈ രാജാവ് മാത്രമല്ല, അതെ പ്രവാചകന്മാർ അത് ഏറ്റുപറഞ്ഞു, വിശ്വാസ വീരന്മാർ അത് ഏറ്റുപറഞ്ഞു. അവർ എളിയവരും ദരിദ്രരുമാകുന്നു. എന്നിട്ടും ദൈവം അവരെക്കുറിച്ച് വിചാരിച്ചു. സ്തോത്രം. ദൈവം അവരെ ഉള്ളം കയ്യിൽ വഹിച്ചു, ദൈവം അവരെ ഉപയോഗിച്ചു എന്ന് വചനം നമ്മളെ 66 പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. 10-ാം വാക്യം മുതൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്, കാരണം അത് വായിച്ചാൽ അത് പൂർത്തീകരുള്ളൂ. 1 പത്രോസ് 1:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം എങ്ങനെ ഉള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ അവർ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ട് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. തങ്ങൾ വെളിപ്പെട്ട് വന്നു. വെളിപ്പെട്ട് സ്വർഗ്ഗത്തിൽ. ഓക്കെ, അത് മതി. സ്തോത്രം. ആ ഭാഗം രണ്ട് വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് എൻ്റെ കുറിവാക്യത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ ആ ശുശ്രൂഷ ചെയ്തു എന്ന് അവർക്ക് വെളിപ്പെട്ട് വന്നു. അതേ സ്വതः ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച നമ്മളിലും ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് സന്ധ്യാസമയം പറയാനുള്ളത്, മെയ് മാസം 4-ാം തീയതി പറയാനുള്ളത്, നാം ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ ശുശ്രൂഷ ആയിക്കോട്ടെ, ഹല്ലേലൂയ, അത് നമുക്കായിട്ടല്ല, അത് പിൻവരുന്ന തലമുറയ്ക്ക് വേണ്ടി ആകുന്നു. എന്നും പറഞ്ഞ് ഇനി 50 വർഷം നമ്മൾ ജീവിക്കുന്നു എന്നല്ല. ആ അർത്ഥത്തിൽ പ്രവാചകന്മാരെ ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. പിൻവരും തലമുറ നാളെ രക്ഷിക്കപ്പെടാൻ പോകുന്ന, നാളെ നമ്മുടെ സഭയിൽ വരാൻ പോകുന്ന ഒരു പുതിയ വിശ്വാസിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അല്ലാണ്ട് 50 വർഷം 100 വർഷം നീ ജീവിച്ച് തലമുറയെ കണ്ട് 3-ാം തലമുറയെ കണ്ട് ജീവിക്കുന്നതല്ല. ഞാനത് പറഞ്ഞിട്ടുമില്ല, ഒരിക്കലും പറയത്തുമില്ല. ഞാൻ പറയുന്നത് യേശു ഇന്ന് നാം ആമേൻ പറഞ്ഞ്, എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ നമ്മൾ ആമേൻ പറയുമ്പോൾ യേശു വരണം എന്നാണ് ഇന്നും എൻ്റെ ആഗ്രഹം. അതായിരിക്കണം എല്ലാ ഭക്തന്മാരെയും ആഗ്രഹം. സ്തോത്രം. വാഗ്ദത്തം എന്ത് തന്നെ ആയിക്കോട്ടെ, മക്കളെ കാണും, തലമുറയെ കാണും, എന്തൊക്കെ വാഗ്ദത്തം അവിടെ പോകും എവിടെ പോയാലും പ്രൈസ്, നമ്മുടെ ഏറ്റവും വലിയ വാഗ്ദത്തം യേശു വീണ്ടും വരും, എന്നെ ചേർത്തുകൊള്ളും. അതിലും ചെറുതാണ് സകല മാനുഷ്യമായ വാഗ്ദത്തങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം മനുഷ്യനാണ് നമ്മോട് പറഞ്ഞത്. യേശു നമ്മോട് ഇറങ്ങി വന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളുടെ മക്കളെ അത് അനുഗ്രഹിച്ച് അമേരിക്ക കൊണ്ടുപോകും, അയർലൻഡിൽ കൊണ്ടുപോകും, ജപ്പാനിൽ കൊണ്ടുപോകും യേശു പറഞ്ഞില്ല. സ്തോത്രം. പിന്നെയോ മനുഷ്യനാണ് പറഞ്ഞത്. കാരണം മാനുഷിക വാഗ്ദത്തങ്ങളാണ്. സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ ജപ്പാനും ഇല്ല, അവിടെ അമേരിക്കയും ഇല്ല. സ്വർഗത്തിൽ ജപ്പാനും അമേരിക്ക ഇല്ല. കർത്താവ് ചോദിക്കാൻ പോകുന്നത്, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നീ എൻ്റെ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? നീ കൂട്ടായ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അത് കർത്താവ് ചോദിക്കാൻ പോകുന്നത്.
എന്നാൽ അവിടെ പോയിട്ട് അയ്യോ എൻ്റെ കർത്താവ് നീ എനിക്ക് 2 മക്കൾ തന്നു, 2 പേര്, ഒരാൾ അയർലൻഡ്, ഒരാൾ ന്യൂസിലാൻഡ്, ഒരാൾ ടാൻസാനിയ, ഒരാൾ അവിടെയും ഇവിടെയും. സ്തോത്രം. എന്നാൽ അറിയപ്പെടാത്ത രാജ്യങ്ങൾ ഉസ്ബെക്കിസ്ഥാനുണ്ട്, ഭൂട്ടാനുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ഭൂട്ടാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്തോത്രം. അവിടെ പാസ്പോർട്ടും വേണ്ട, ID, നമ്മുടെ സാധാ ID മതി. ഭൂട്ടാൻ നമ്മുടെ തൊട്ട രാജ്യമാണ്, മഞ്ഞ് പെയ്യുന്ന രാജ്യമാണ്. ഭൂട്ടാൻ ഞാൻ പോയിട്ടുണ്ട്. 3 ദിവസം ഞാൻ എൻ്റെ ഭാര്യയെ താമസിച്ചു, അത്രയും പറ്റിയുള്ളൂ. സ്തോത്രം. 20,000 രൂപയാണ് അവിടുത്തെ വാടക, ഹോട്ടലിലെ വാടകയാണ്. സ്തോത്രം പാസ്റ്ററെ, 20,000 രൂപയാണ് ഒരു ദിവസം വാടക. 15 വർഷം മുമ്പേ ഞാൻ പോയപ്പോൾ, 15 വർഷം മുമ്പേ ഭൂട്ടാനിൽ. സ്തോത്രം. ഇത്രയും രാജ്യങ്ങൾ നമ്മുടെ അടുത്ത്. ബംഗ്ലാദേശുണ്ട്. ഇതെല്ലാം വിട്ടിട്ട് നമ്മൾക്ക് എല്ലാവർക്കും പോകേണ്ടത് അങ്ങോട്ടാണ്. മഞ്ഞ് വീണ രാജ്യം എല്ലാം അങ്ങോട്ടാണ്. സ്തോത്രം. കർത്താവ് കാരണം സ്വർഗത്തിൽ ഈ രാജ്യങ്ങളൊന്നും ഇല്ല. ഞാൻ അവിടെ പോയി ഇവിടെ പോയി അവിടെ ശുശ്രൂഷിച്ചു, എവിടെ ശുശ്രൂഷിച്ചു ഒന്നും കർത്താവിന് വിഷയമില്ല. കാരണം ദൈവം അയച്ചിട്ടാണല്ലോ പോകുന്നത്. കർത്താവ് ചോദിക്കുന്നത് അവിടെ പോയിട്ട് നീ എന്ത് ശുശ്രൂഷിച്ചു, നീ എന്ത് വചനം പറഞ്ഞു ആണ് വിഷയം. കർത്താവ് ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ തീ വെട്ടി ഇടി വീഴ്ത്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയാതിരിപ്പാൻ, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നാണ് സ്തോത്രം മത്തായിയുടെ സുവിശേഷം യേശു പറയുന്നത്. അപ്പോൾ അത്ഭുതമടയാളം ചെയ്യാം, നമുക്ക് രോഗശാന്തി ചെയ്യാം, ഭൂതങ്ങളെ പുറത്താക്കാം, 1000 പേര് 10,000 പേരെ സഭ നമുക്ക് സ്ഥാപിക്കാം. പക്ഷേ കർത്താവിന് പറയാനോ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? പ്രമാണമനുസരിച്ചില്ല. പ്രമാണമനുസരിക്കാത്ത ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു, ശലോമോൻ. ദേവാലയം പണിതു, പക്ഷേ ദൈവം പറയാണ് നീ എൻ്റെ പ്രമാണം അനുസരിക്കാത്തതുകൊണ്ട് ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞു. എന്നിട്ടോ രാജ്യം നിൻ്റെ ദാസന് കൊടുത്തിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, അല്ലെങ്കിൽ പത്രോസ് പറയാണ്, അല്ലെങ്കിൽ ആ പ്രവാചകന്മാർ നമുക്ക് മുമ്പേ ജീവിച്ച യെശയ്യാവ്, സ്തോത്രം, ഹല്ലേലൂയ, ഹോസിയ, അത് യോന, മീഖ പ്രവാചകന്മാർ എല്ലാവരും അവർ ചെയ്ത ശുശ്രൂഷ അവർക്കായിട്ടല്ല. പിന്നെ വചനം പറയും, പത്രോസ് പറയാണ്, വെളിപ്പാട് പറയാണ്, അത് അവർക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ. എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കായിട്ടത്രയാണ് അവർ ചെയ്തത്. പ്രൈസ് ലോർഡ്. അവർ പ്രവചിക്കുക വെറുതെ പ്രവചിച്ചല്ല അവർ പ്രവചനങ്ങൾ. പ്രൈസ് ലോർഡ്. നിങ്ങൾ അവിടെ പോയി അനുഗ്രഹിക്കും, നിങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കും, അത് ചെയ്യും ഇത് ചെയ്യും ഒന്നുമല്ല. നമ്മൾ പഴയ നിമിത്തം അങ്ങനെ ഒരു അനുഗ്രഹം ഒന്നും കാണുന്നില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ യഥാസ്ഥാനപ്പെടണം, നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. സ്തോത്രം. പ്രാർത്ഥനാ ജീവിതം കൂട്ടണം, ആരാധന കൂട്ടണം, സത്യ ആരാധന ആരാധിക്കണം, സത്യനും ആത്മാവിനെ ആരാധിക്കണം, യാഗം സത്യമായി അർപ്പിക്കണം, ഉപവസിക്കണം, ദൈവത്തിന് പ്രസാദം ഉപവസിക്കണം, നിങ്ങൾ തമ്മിൽ ക്ഷമിക്കണം, നിങ്ങൾ പൊറുക്കണം, നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ കരുതണം, വിധവന്മാരെ കരുതണം, അനാഥരെ കരുതണം, അതേ പ്രായമുള്ളവരെ കരുതണം എന്നൊക്കെ പ്രമാണം നമുക്കുള്ളത്. ആ പ്രമാണങ്ങളെയാണ് പ്രവാചകന്മാർ ഓർപ്പിച്ചത്. ഞാൻ അത് ദൈവാത്മാവിൽ ഇന്ന് സന്ധ്യാസമയം ചോദിക്കട്ടെ, എത്ര നാളായി നമ്മോടൊരു പ്രവാചകൻ പ്രവചിച്ച്, അമ്മാമ്മേ, അച്ചായോ, പാസ്റ്ററെ, എന്നെ ഉൾപ്പെടുത്തി, രാകേഷ് പാസ്റ്ററെ, സ്തോത്രം, ഇന്നൊരു കുറവുണ്ടല്ലോ, സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല, 10 വർഷം മുമ്പേയുള്ള കയ്പുണ്ടല്ലോ, 100 രൂപയ്ക്ക് വേണ്ടി വഴുക്കിട്ടത് ഇപ്പോഴും മനസ്സിലുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു പ്രവചനം നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്തോത്രം. അതാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ലോർഡ്. ആ പ്രവാചകന്മാർ നമുക്ക് വേണ്ടി ജീവിച്ചു. അതുകൊണ്ടാണ് യേശു താൻ തന്നെ പറഞ്ഞു, യെരൂശലേം യെരൂശലേമേ, അതേ പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു അനുഭവം അവർക്കുണ്ടായിരുന്നു. അതിന് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രവാചകന്മാരെ കൊല്ലുന്നില്ലല്ലോ. കാരണം എന്താണ്? അവൻ നമ്മളെ പ്രീതിപ്പെടുത്തുന്ന പ്രവചനം പറയുന്നുണ്ട്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന പ്രവചനം പറയുന്നുണ്ട്. എന്നാൽ ഒരാളൊരു കുത്തുവാക്ക് പറയട്ടെ, കുത്തുവാക്ക് തന്നെ ഞാൻ ചെയ്ത തെറ്റ് വെളിപ്പെടുത്തട്ടെ, പിന്നെ ഒരിക്കലും വിളിക്കില്ല. സ്തോത്രം. അല്ലേ? അതിപ്പോൾ പ്രവാചനം വേണ്ട, ഒരു പാസ്റ്റർ തന്നെ നമ്മളെക്കുറിച്ചൊരു കുറ്റം പറഞ്ഞാൽ, തെറ്റ് വെളിപ്പെടുത്തിയാൽ നമ്മളതിനെ വിളിക്കത്തില്ല. സ്തോത്രം. പക്ഷെ അതല്ല, അതാ കർത്താവ് പറയുന്നത്, എൻ്റെ പ്രവാചകന്മാരെ കൊല്ലുന്ന ഇസ്രായേൽ യെരൂശലേമേ. ഒരിക്കലും അങ്ങനെ ഒരു കേൾവി നമ്മളെക്കുറിച്ച് കേൾക്കുവാൻ സ്തോത്രം കർത്താവ് താല്പര്യപ്പെടുന്നില്ല. പ്രൈസ് ലോർഡ്. ഈ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ പറയാൻ, അത് ആ ദുഃഖത്തോടെ അതിൽ ഒന്നായിരുന്നു. ദാവീദ് പ്രവാചകനായിരുന്നു. ദാവീദ് പറഞ്ഞതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പഴയ നിയമത്തിലും ദാവീദ് താൻ തന്നെ പറയുന്നു, അതേ നമ്മളെ കർത്താവ് ആക്കി വെച്ചത് അതേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:10-11 നമ്മൾ വായിക്കുന്നു, അതേ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ ഈ വചനം നീ കാത്തതുകൊണ്ട് ഞാൻ നിന്നെ കാക്കും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ ഈ വചനം നീ കാത്തതുകൊണ്ട്. വെളിപ്പാട് പുസ്തകം അവസാന പുസ്തകം പറഞ്ഞിരിക്കുക കാക്കണമെന്ന്. അത് ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട്.
വചനം കാക്കണം, വചനം കാക്കണം. അത് കത്തോലിക്കരും അല്ലെങ്കിൽ മറ്റുള്ള സഭക്കാർ ചെയ്യുന്ന പോലെ ചില്ലുകൂട്ടിലിട്ട് കാക്കുകയല്ല, അല്ലെങ്കിൽ അതിൽ ചില്ലുകൂട്ടിലിട്ട് ലോക്കിട്ട് അത് പള്ളിയിൽ വല്ലപ്പോഴും തുറന്ന് തൂക്കുന്ന ഒരു അനുഭവമല്ല. പിന്നെയോ വചനം പ്രമാണിച്ചിട്ട് വേണം അത് കാക്കുവാൻ. കാവൽക്കാരെക്കുറിച്ച് ഒരു ഭാഗം ഞാൻ പഴയ നിമിത്തം വായിപ്പിക്കണം. ദാവീദ് രാജാവിൻ്റെ കാലത്ത് ഒന്ന് വായിക്കണേ. 1 ദിനവൃത്താന്ത പുസ്തകം 23-ാം അധ്യായം. 1 ദിനവൃത്താന്ത പുസ്തകം 23-ാം അധ്യായം. അതിൻ്റെ 2-3 വാക്യങ്ങൾ, 2-3-4 വാക്യങ്ങൾ. 1 ദിനവൃത്താന്ത പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ അവിടെ പറയുകയാണ്, ഇസ്രായേലിൻ്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരായ ലേവ്യരെയും എല്ലാം കൂട്ടി വരുത്തി, ലേവ്യരിൽ 30 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ അവൻ എണ്ണിയിട്ട് 38,000 പേരുണ്ടായിരുന്നു. വാക്യം പറയുന്നത് 38,000 പേര് ലേവ്യ ഗോത്രത്തിൽ ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്നു. ദൈവത്തെ സേവിപ്പാനുള്ള ലേവി ഗോത്രത്തിൽ 38,000 അതേ സ്വതം പാസ്റ്റർമാർ, നമ്മുടെ ഭാഷയിൽ പാസ്റ്റർമാരുണ്ടായിരുന്നു. അതിൽ 24,000 പേര് വേല ചെയ്തു. സ്വത്രം 6,000 പേര് പ്രമാണികളും ന്യായാധിപന്മാരായിരുന്നു. 4,000 പേര് വാതിൽ കാവൽക്കാർ, 4,000 പേര് വാതിൽ കാവൽക്കാരും 4,000 പേര് സ്തോത്രം ചെയ്യുവാൻ. കോയർ എത്രയായിരുന്നു? 4,000 പേര് അടങ്ങുന്ന കോയർ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 4,000 പേര് കോയറെ, എന്നിട്ടും ദൈവപ്രസാദം ലഭിച്ചില്ല. അപ്പം പിന്നെ നമ്മുടെ കാര്യം പറയണം. സ്തോത്രം. 4,000 പേര് കോയറുണ്ടായിട്ട് ദൈവപ്രസാദം ലഭിച്ചില്ല ആ ജനത്തിന്. 4,000 കാവൽക്കാർ. സ്തോത്രം. ദൈവാലയം ആരും കവർച്ച ചെയ്യൂല. ഒരു കള്ളനും ഇതുവരെ അതിനകത്ത് കയറിയതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടില്ല, ചരിത്രം പറഞ്ഞിട്ടില്ല. കാരണം ദൈവത്തിന് ആലയമല്ല, ആര് കയറാനാണ്? എന്നിട്ടും ദൈവം അവിടെ കാവൽക്കാരെ ആക്കി വെച്ചു. 4,000 കാവൽക്കാരെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ സ്ഥാനത്ത് കർത്താവ് പറയുന്നത്, ഞാനും എന്നെയും നിന്നെയും നിങ്ങളെയും കാവൽക്കാരാക്കി വെച്ചു, ദൈവ വചനത്തിൻ്റെ കാവൽക്കാർ. അപ്പോൾ ഈ 66 പുസ്തകത്തിൻ്റെ ശക്തി എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പ്രാധാന്യം, ശക്തി മാത്രമല്ല പ്രാധാന്യം എന്താണ്? ഹല്ലേലൂയ. ഒരു ചില്ലുകൂട്ടല്ല, ഇത് പ്രമാണിക്കുമ്പോൾ അതേ മാനസാന്തരപ്പെടാൻ പറഞ്ഞപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ടു, അത് നിമിത്തം ഞാൻ അതിനെ കാവൽ ചെയ്തു. സ്നാനപ്പെടാൻ പറഞ്ഞപ്പോൾ ഞാൻ പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനും ഞാൻ സ്നാനപ്പെട്ടപ്പോൾ അത് ഞാൻ അതിനെ കാവൽ ചെയ്യാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് പ്രാപിച്ചപ്പോൾ ഞാൻ അത് പ്രമാണിക്കുകയാണ്, ഞാൻ കാവൽ ചെയ്യാണ്. അത് സഭയുടെ അംഗമായി തീർന്ന ആൾ അത് സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ കൂട്ടായ്മ ആചരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടായ്മ ആചരിക്കുമ്പോൾ, കർത്തൃമേശ ആചരിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഉപവസിക്കുമ്പോൾ ഞാൻ അതിനെ ആചരിക്കുന്നു, ഞാൻ കാവൽ ചെയ്യുന്നു. സ്തോത്രം. ഇതാണ് കർത്താവ് കണക്ക് നോക്കുന്നത്. രാകേഷ് ഇന്നുന്ന കാര്യങ്ങൾ ചെയ്തോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ വചനം നീ കാത്തോ എന്നാണ് ദൈവത്തിൻ്റെ വിഷയം. ഒരു പ്രവാചകൻ, സ്തോത്രം, യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ ഇത് ഞാൻ വായിപ്പിക്കാം. ഒരാൾ വായിച്ചോ, ഞാൻ നേരത്തെ വായിപ്പിച്ചിട്ടുണ്ട്. 25-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. യെരമ്യാവ് 25-ൻ്റെ, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ താങ്ക് യു. 25. യിരെമ്യാ പ്രവാചകൻ സകല യഹൂദ ജനത്തോടും സകല യെരൂശലേം നിവാസികളോടും പ്രസ്താവിച്ചത്, ആമോന്റെ മകനും യഹൂദ രാജാവുമായ യോശിയാവിന്റെ വാഴ്ചയുടെ 13 ആണ്ട് മുതൽ ഇന്ന് വരെ ഈ 23 വർഷം യഹോവയുടെ പതുക്കെ ഈ 23 വർഷം ഞാൻ നിങ്ങളോട് പ്രവചിച്ചു. ഒരു മിനിറ്റ്, പതുക്കെ. ഈ 23 വർഷം ഞാൻ നിങ്ങളോട് പ്രവചിച്ചു. അള്ളപ്പാട് പ്രവചിച്ചു. ഞാൻ നിങ്ങൾ അള്ളപ്പാട് 21-2 വർഷമല്ല, ഒരേ സഭയോട് 23 വർഷം തനിക്ക് പറയാനുള്ളത് ഞാൻ അമേരിക്ക കൊണ്ടുപോകുന്നോ, അയർലൻഡിൽ പോകുന്നോ, ന്യൂസിലാൻഡിൽ പോകുന്നോ, ടാൻസാനിയ പോകുന്നതല്ല. പിന്നെയോ വായിച്ചേ. ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ കേട്ടില്ല. ഞാൻ ഇടവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. 23 വർഷം ആണ്ടിലൊരിക്കലല്ല, ഓരോ മാസം കൂടുമ്പോൾ, ഓരോ ആഴ്ച കൂടുമ്പോൾ ഇടവിടാതെ ഞാൻ നിങ്ങളോട് അള്ളപ്പാട് നൽകിക്കൊണ്ടിരുന്നു. വായിച്ചോ. യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല. അപ്പൊ എന്നെ മാത്രമല്ല, പ്രവാചകന്മാരെ ഇങ്ങനെ അയച്ചു. എന്തിനു വേണ്ടി? അത് എൻ്റെ സ്വസ്ഥതയിൽ നിങ്ങൾ പ്രവേശിക്കണം
എന്ന താല്പര്യത്തോടെ താല്പര്യത്തോടെ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തു അന്നേ മുതൽ തൻ്റെ ജനത്തിന് അത് ആഹ്വാനം നൽകിക്കൊണ്ടിരുന്ന പ്രവാചകന്മാരെ അയച്ചു. ഒന്നിനെ കൊന്നു, മതിയായില്ല, അടുത്ത ആളെ അയച്ചു, അവനെയും കൊന്നു, മതിയായില്ല, വീണ്ടും അയച്ചു. അന്ന് മുതൽ ഇന്ന് വരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ അക്ഷരമായി കൊന്നു. നമുക്ക് ഇന്ന് കൊലപാതകമില്ല, പക്ഷേ സഭകളിൽ ആത്മീയമായ പാസ്റ്റർമാരെ കൊല്ലുന്നുണ്ട്, മാനസികമായി അവരെ കൊല്ലുന്നുണ്ട്, വാക്ക് നിമിത്തം നമ്മൾ കൊല്ലുന്നുണ്ട്. സ്തോത്രം. പക്ഷെ ദൈവത്തിന് പ്രവൃത്തി ദൈവം നിർത്തില്ല. എന്തിനു വേണ്ടി? എൻ്റെ ജനം മടങ്ങി വരുവാൻ, നഷ്ടപ്പെട്ടു പോയ ആത്മശക്തി അവർ പ്രാപിക്കണം. നമ്മുടെ പിതാക്കന്മാർ ജീവിച്ച പോലെ ആത്മശക്തി നമ്മളും ജീവിക്കാൻ വേണ്ടി കർത്താവ് വളരെ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 23 വർഷം അത് ഇടപെടാതെ അത് എന്നിട്ടും അവസാനം ഹല്ലേലൂയ, അത് യെരമ്യാവിന് എന്ത് കിട്ടി? പൊട്ടക്കിണറാണ് കിട്ടിയത്. പക്ഷെ ദൈവം തന്നെ വിടുവിച്ചു. എല്ലാവരെയും വിടുവിച്ചിട്ടുമില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ എസെക്കിയേൽ 24-ന്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. അതൊന്നും വായിച്ച്. എസെക്കിയേൽ 24-ാം അധ്യായം 16-ാം വാക്യം, 16 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ എടുത്തു കളയും. നീ വിലപിക്കുകയോ കരയുകയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത്. മതി. നീ മൗനമായിരുന്നു. നീ മൗനമായി നെടുവീർപ്പിട്ടുകൊള്ളുക. മൃതവിലാപങ്ങൾ മതി. താങ്ക് യു. രണ്ടുപേരും വായിച്ചവർക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ എസെക്കിയേൽ അടുത്തൊരു പ്രവാചകൻ, വലിയ പ്രവാചകനാണ്. വലിയ പ്രവാചകന്മാരെ കുറിച്ച് അവർക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ധാരാളം ദൂതർ അവർ പ്രസ്താവിച്ചു. അവർ അരുളപ്പാട് നൽകിയ പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചു. അടിയും ഇടിയും കൊല അല്ലാതെ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. വീട് കിട്ടിയിട്ടില്ല. മക്കൾ ദുബായിലൊന്നും പോയിട്ടില്ല. സ്തോത്രം. അവരെല്ലാം കൊന്നൊടുക്കി. ആര്? ഈ ജനം, ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വന്തം ജനം. അവിടെ പറയണ അതൊന്നും കൂടെ നിങ്ങൾ ധ്യാനിച്ച് വായിച്ച്. മനുഷ്യപുത്രൻ, ഞാൻ നിൻ്റെ കണ്ണിൻ്റെ ആനന്ദമായവളെ. ആരാണ് തൻ്റെ ആനന്ദം? ഭർത്താക്കന്മാർക്ക് ആനന്ദം ആരാണ്? അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി അല്ലല്ലോ. സ്തോത്രം. സ്വന്തം ഭാര്യയെക്കുറിച്ച് പറയാണ്. അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സ്വന്തം ഭാര്യയെക്കുറിച്ച് എന്നോട് കർത്താവ് വന്നിട്ട് പറയാൻ, രാകേഷേ, ഞാൻ നിൻ്റെ ആനന്ദമായ സ്വന്തം ശോശാമേ, ഞാൻ ഒറ്റ അടി കൊണ്ട് തല്ലിക്കൊല്ലാൻ പോകുന്നു. പച്ച മലയാളം പറഞ്ഞാൽ ഒറ്റ അടി, രണ്ടാമതൊരു അടിയില്ല. വായിച്ചു. അത് തമാശയല്ല, ഇത് സംഭവിച്ച കാര്യമാണ്. ചരിത്രത്തിൽ ബൈബിൾ എഴുതിയ ചരിത്രത്തിൽ നടന്ന കാര്യമാണ്. പ്രവാചകന്മാരുടെ ഗുണം ശുശ്രൂഷ ചെയ്ത ഈ കാഴ്ചപ്പാടോടെ ആരെങ്കിലും ഇന്ന് പ്രവചിക്കുമോ? സ്വത്രം. അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുപോകും അനുഗ്രഹിക്കുന്നൊക്കെ പറയും. 10ാം ക്ലാസ് പാസ്സാവാതെ പാസ്സാവും, ഓക്കെ, നോ പ്രോബ്ലം. പഠിക്കാത്തതുകൊണ്ട് പഠിച്ചാൽ പാസ്സാവും. നമ്മുടെ മക്കൾ പഠിക്കാത്തതുകൊണ്ട് അവർക്ക് തോന്നുന്നുണ്ട് അത് അവനും ഈ തവണ പാസ്സാവും. അവനെക്കുറിച്ച് ദൂത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? 10ാം ക്ലാസ് കാര്യം പഠിക്കണം. ആ ദൈവത്തിന് പ്രമാണമാണ്. ലോക പ്രമാണമാണ്, ദൈവത്തിന് പ്രമാണമാണ്. പഠിക്കാത്തവൻ തോക്കുക തന്നെ ചെയ്യും. പിന്നെ കുത്തിയിരുന്ന് ഉപസിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്തോത്രം. ഇവിടെ പറയും, നിൻ്റെ കണ്ണിൻ്റെ ആനന്ദമായവളെ ഞാൻ ഒറ്റ അടിക്ക് തല്ലിക്കൊല്ലുന്ന വിഷയം മാത്രമല്ല, നീ കരയാൻ പാടില്ലെന്ന്. ഇത്രയും നിഷ്ഠൂരമായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അല്ല ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആ വേദന കാണിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി അത് കർത്താവ് ചെയ്ത കാര്യങ്ങൾ അത് ഓർക്കുമ്പോൾ ദൈവം പറയാണ്, സ്തോത്രം, ഒരു ഭാര്യ, സ്വന്തം ഭാര്യ, ഒരു മനുഷ്യൻ എങ്ങനെ സ്നേഹിക്കുന്ന അവളെ അത് വേറൊരുത്തൻ വന്ന് ഒറ്റടി കൊണ്ട് കൊന്നിട്ട് നീ മിണ്ടാതിരുന്നാൽ എങ്ങനെയിരിക്കും അവസ്ഥ? ആ അവസ്ഥയിൽ ദൈവമായിരിക്കുന്നു എന്ന്. ഇത് നമുക്ക് വെളിപ്പാട് ലഭിക്കുവാൻ, ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കിട്ടുവാൻ. അല്ലാതെ പ്ലെയിൻ പറക്കുന്നതും മഞ്ഞ് വീഴുന്ന രാജ്യം പറക്കുന്നു കാണുന്ന അതൊന്നുമല്ല വെളിപ്പാട്. ഇതൊരു വെളിപ്പാടാണ്. സ്തോത്രം. എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ സഭയെക്കുറിച്ച്. സ്തോത്രം. നാളെ മുതൽ നമ്മൾ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുകയാണല്ലോ. യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പിൽ ഉപവാസ പ്രാർത്ഥന വെളിപ്പാട് പുസ്തകത്തിൽ ആ ഭാഗം പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് എത്ര പേർ ധ്യാനിച്ചു? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 13 മുതൽ 17 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്വരൂപം.
ആ സ്വരൂപം കണ്ടുന്ന സമാധാനം പ്രാപിപ്പാൻ, ആ സ്വരൂപം കണ്ടുന്ന ആശ്വാസവും ആരോഗ്യം പ്രാപിപ്പാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? സ്വന്തം പറയാണ്, നീ മിണ്ടാതിരിക്കരുത്. ഹോശേയ പ്രവാചകനെ കുറിച്ച് പറയുന്ന, നീ ഒരു വ്യഭിചാരിയായ വേശ്യ സ്ത്രീയെ പോയി വിവാഹം കഴിക്കണം. അതിലും വലുത്, വേശ്യ സ്ത്രീയെ പോയി വിവാഹം കഴിക്കണം. അവൾ എന്നിട്ടും പോയി വേശ്യ ചെയ്യും, വീണ്ടും പോയി അവളെ പോയി നീ കൊണ്ടുവരണം. കാരണം അപ്പോൾ ദൈവ സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തും. അപ്പോൾ ദൈവം ഇത്രത്തോളം ദൈവത്തിൻ്റെ മനസ്സ് ഉരുകിക്കൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും അയ്യോ കർത്താവേ എൻ്റെ മനസ്സ് ഉരുക്കുന്നു, എന്നെ നീ കാണുന്നല്ലോ, എന്നെ നീ അറിയുന്നല്ലോ എന്നാണ് എന്നും നമ്മുടെ കരച്ചത്. പക്ഷെ ദൈവത്തിന് മനസ്സറിയുമോ? ദൈവത്തിന് മനസ്സൊന്ന് അറിയുവാൻ, ആ അപ്പൻ്റെ മനസ്സ് നമ്മളെ മക്കളാക്കി കർത്താവ് ആക്കി വെച്ചത് അവൻ്റെ മനസ്സും കൂടി ഒന്ന് അറിയും. വല്ലപ്പോഴെങ്കിലും അവൻ്റെ മനസ്സൊന്ന് അറിയുമോ? സ്തോത്രം. അവനോട് കൂടെ ആത്മാവിൽ അതേ സ്തോത്രം ഒന്ന് പൊങ്ങുവാൻ എന്ന ഉദ്ദേശിച്ചത് അതേ ആത്മാവിൽ ഒന്ന് അതേ നമ്മൾ പറയുന്ന വാക്യം പറയുന്ന പ്രവാചകന്മാരുടെ ഭാഷ പറയുന്നത് അത് ആത്മാവിൽ സ്തോത്രം ഒന്ന് അതേ ഹല്ലേലൂയ ആത്മാവിൽ ഒന്ന് കർത്താവിൽ ആത്മാവിലൊന്ന് ആരാധിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളെ മാറ്റിവെച്ച്, നമ്മുടെ എല്ലാ വിചാരങ്ങളെ മാറ്റിവെച്ച്, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് അപ്പനോട് ചേർന്ന് ആത്മാവിൽ സ്തോത്രം അന്യഭാഷകളിൽ, നമ്മുടെ മലയാള ഭാഷ വിട്ട് അന്യഭാഷകളിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ, അഗ്നിജ്വാലിക്കൊത്ത കണ്ണുള്ളിൽ കാണുവാൻ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമുള്ളിൽ കാണുവാൻ, ഒന്ന് രുചിച്ചറിയുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയാണല്ലോ ആ വാക്യങ്ങൾ 8-7 വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം എഴുതിയത്. എന്തിനു വേണ്ടിയാണ്? നാം അവനെ അങ്ങനെ കണ്ട് ആരാധിപ്പാൻ. കാരണം ഇനി കാണാൻ പോകുന്നത് അങ്ങനെയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അയൽവാസിയെക്കുറിച്ച് ദൈവത്തിന് എന്താണ് ഹിതം? നശിച്ചുപോകുന്ന എൻ്റെ അയൽവാസിയെക്കുറിച്ച്, നശിച്ചുപോകുന്ന എൻ്റെ കുടുംബക്കാരെക്കുറിച്ച് കർത്താവിന് ഹിതം എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയെക്കുറിച്ച് ചിലപ്പോൾ പാസ്റ്ററിന് ലഭിക്കാത്തൊരു വെളിപ്പാട് നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിന് സാധിക്കും. എന്തിനാ എല്ലാത്തിൻ്റെയും സാരാംശം എന്ന പത്രോസിൻ്റെ ലേഖനത്തിൽ വായിച്ച പോലെ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്രേ ചെയ്യുന്നു. ഈ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾക്കായിട്ടല്ല, നാളെ രക്ഷിക്കപ്പെടാൻ പോകുന്ന, നാളെ അത് സ്നാനപ്പെടാൻ പോകുന്ന, നാളെ ആത്മനിർവ്വൽ ജീവിക്കാൻ പോകുന്ന, പ്രാപിക്കാൻ പോകുന്ന ഒരു വിശ്വാസിയെക്കുറിച്ച് അത് ഉള്ള ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയാണ് കർത്താവ് നമുക്ക് ഈ കഷ്ടങ്ങൾ ഇന്ന് തരുന്നത്. ഞാൻ കേൾപ്പിച്ച അതേ പ്രവാചകന്മാരെ ആ ചരിത്രങ്ങളിൽ യെശയ്യാവിനെ കുറിച്ച് പറയുന്ന 66 പുസ്തകം താൻ എഴുതി. ബൈബിളിന് സമമായ 66 പുസ്തകം താൻ എഴുതി. പക്ഷേ ബൈബിൾ അല്ലെങ്കിൽ ചരിത്രം പഠിപ്പിക്കുന്നത് തൻ്റെ തല വെട്ടിക്കളഞ്ഞു. അവസാനം തൻ്റെ തല വെട്ടിക്കളഞ്ഞു. സ്തോത്രം. പക്ഷേ അവർ ആത്മാവിൽ കണ്ടത് എന്താണ്? യേശുവിനെ കണ്ടു. അതാ പത്രോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും. അപ്പോൾ ക്രിസ്തുവിന് വരുന്ന കഷ്ടങ്ങൾ മാത്രമല്ല കണ്ടത്, കഷ്ടങ്ങൾക്ക് ശേഷം യേശുവിനൊരു ഉയർപ്പുണ്ട്, യേശുവിനൊരു വാഴ്ചയുണ്ട്. ആ വാഴ്ച നമ്മളുണ്ടാകുന്ന ആ ഒരു ആത്മാവിൽ അന്നേ കണ്ടു. സ്തോത്രം. ദൈവമക്കളെ, അവരെ മാത്രമല്ല കണ്ടത്, അവർ എന്നെയും കണ്ടു, ജയസൗരിയെ കണ്ടു, അത് ജോസഫ് പാസ്റ്ററേയും കണ്ടു, മാത്യു സോറിനെ കണ്ടു. ഇവരിയ്ക്കുന്ന അതേ റീമ പ്രയർ മിനിസ്ട്രിയിൽ ഓരോ ദൈവമക്കളെയും അവർ അന്നേ ആത്മാവിൽ കണ്ട് അവർ സന്തോഷിച്ചു. എനിക്ക് ഇങ്ങനെയുള്ളൊരു ദുരിതമല്ല അവരുടെ ചിന്തയിൽ. എനിക്ക് ഇങ്ങനൊരു കഷ്ടം വന്നാലും, ഇങ്ങനൊരു മരണം, തല ഛേദിക്കപ്പെട്ട എവിടെ ഇരിക്കും? ശരീരം എവിടെ? ഉടലെവിടെ? തല എവിടെ? തല ഒരു സ്ഥലത്ത്, ശരീരം ഒരു സ്ഥലത്ത്. എവിടെയെങ്കിലുമൊക്കെ ആയാലും എനിക്ക് വിഷയമല്ല. എൻ്റെ ആത്മാവ് എൻ്റെ ഉടയവൻ്റെ കയ്യിൽ ഭദ്രമാണ്. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുണ്ട്. ഭാവി കാലത്ത് വരാൻ പോകുന്ന ദൈവജനത്തിന് വേണ്ടി ഞാൻ ഇതെല്ലാം കാണുന്നു. സ്തോത്രം. അതിനുവേണ്ടി എൻ്റെ ജീവൻ പോയാലും, എൻ്റെ കുടുംബം ഹല്ലേലൂയ സ്വന്തം താറുമാറായി പോയാലും, എൻ്റെ കുടുംബത്തെ സ്വന്തം നശിപ്പിച്ചാലും, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കുടുംബം ഉയർത്തി എഴുന്നേൽക്കും. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, ഞാൻ എളിയവനും ദരിദ്രനും എങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. അത് മക്കളെ, അന്ന് യഹോവ അന്നും ഇന്ന് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. യെസ്, ഇന്നത്തെ കൾച്ചർ കാണുമ്പോൾ യഹോവ വിചാരിക്കുമായിരിക്കും. ഇന്നത്തെ നിങ്ങളുടെ ഉപവാസം കൊണ്ട് അത് കർത്താവ് വിചാരിക്കുമായിരിക്കും, നിങ്ങളെ വിടുവിക്കുമായിരിക്കും, സൗഖ്യം തരുമായിരിക്കും.
പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കൂടി വിചാരിക്കണം, കർത്താവ് ചോദിക്കാൻ പോകുന്ന സ്തോത്രം, അതേ രാകേഷ്, ഞാൻ നിന്നെ സൗഖ്യമാക്കി, എന്തു ഗുണം എനിക്കുണ്ടായി? യേശു ക്രിസ്തുവിന് നിങ്ങളെ ക്യാൻസർ സൗഖ്യമാക്കിയെന്ന് എന്ത് ഗുണം? യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയരോഗം സൗഖ്യമാക്കിയെന്ന് എന്ത് ഗുണം? യേശു ക്രിസ്തുവിന് അതേ സ്തോത്രം നിങ്ങളുടെ ട്യൂമർ സൗഖ്യമാക്കിയതുകൊണ്ട് യേശുവിന് എന്ത് ഗുണം? ഞാനും നിങ്ങളും ആ സൗഖ്യം ഒരാളോടെങ്കിലും പറഞ്ഞിട്ടില്ല എങ്കിൽ നാം സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നാമത്തെ ഘോഷിപ്പാൻ വേണ്ടി അത് ഈ മെയ് മാസം കർത്താവ് ധാരാളമായി നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സ്തോത്രം. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ട്, ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ആകുന്നു അവർ ആ ശുശ്രൂഷ ചെയ്തെന്ന് അവർക്ക് വെളിപ്പെട്ട് വന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഇന്ന് മാത്രമല്ല, ഇന്നും കൊണ്ട് മാത്രം അവസാനിക്കില്ല. ഇനി തുടർന്നത് 3 ദിവസം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്തോത്രം, കർത്താവിനെ ആലോചിച്ച് കൃത്യസമയത്ത് കർത്താവ് തന്നു എന്ന് ഞാനും കൂടി വിശ്വസിക്കുകയാണ്. ഈ വചനത്തിന് ഈ വെളിപ്പാട് അത് നിങ്ങൾക്കായിട്ടല്ല, നാളെ മുതൽ രക്ഷിക്കപ്പെടാൻ പോകുന്ന, സ്നാനപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആകുന്നു. നിങ്ങൾ ഇന്നലെ വരെ അനുഭവിച്ച കഷ്ടങ്ങളും രോഗാവസ്ഥയും എല്ലാം എന്ന് നിങ്ങൾക്ക് ആ വെളിപ്പാട് ലഭിച്ച് തുടർന്ന നാളുകളിൽ നിങ്ങൾ കൂടുതലായി കർത്താവിന് വേണ്ടി അത് സഹിപ്പാനും വഹിപ്പാനും അധ്വാനിപ്പാനും ചെലവ് ചെയ്യുവാനും ചെലവായി പോവാൻ ദേവാപ്പ നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ധാരാളം സ്തോത്രം പണസഞ്ചിയിൽ, അതേ ആ പെട്ടിയിൽ പലരും പണമിട്ടു. പക്ഷേ യേശു കണ്ടത് അതേ സ്തോത്രം തൻ്റെ ഉപജീവനം പോലും ഹല്ലേലൂയ വക വെക്കാതെ 2 കാശിട്ട ആ ദരിദ്രയായ സഹോദരിയെ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ പോകുമ്പോൾ അവരെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ദരിദ്രയായ ആ അമ്മച്ചിയെ നമുക്ക് കാണാൻ സാധിക്കും. ദരിദ്രനായ ലാസറിനെ സ്തോത്രം ഹല്ലേലൂയ, അതേ ദരിദ്രനായ കുഷ്ഠരോഗിയായ ലാസറിനെ നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. അങ്ങനെ ഒത്തിരി ദരിദ്രന്മാരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ ബൈബിളിൽ, അവരെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എല്ലാം പക്ഷെ അവർ ദരിദ്രന്മാരായിട്ടല്ല, സമ്പത്തുള്ളവരായിട്ട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സമ്പത്തുള്ളവരായിട്ട് നമുക്ക് അവരെ കാണാൻ സാധിക്കും. അത് ഹല്ലേലൂയ, അവരോട് ചേർന്ന് നമ്മളും സമ്പത്തുള്ളവരായി തീരുവാൻ, ദൈവവിഷയമായ സമ്പത്തുള്ളവരായി തീരുവാൻ. ഈ ലോകത്തിൽ ഹല്ലേലൂയ എല്ലാം ഒന്നും നേടിയില്ലെങ്കിലും, അത് എല്ലാം ഒന്നും പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എൻ്റെ കർത്താവിനെ സ്തോത്രം ഞാൻ കണ്ടു, എൻ്റെ കണ്ണാൽ കണ്ടു. സ്തോത്രം. അത് ഹല്ലേലൂയ, ഞാൻ പൊടിയിൽ അതേ സ്തോത്രം അവനെ കണ്ടു എന്ന് യോബ് പറയുന്ന പോലെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കണ്ണാൽ ഞാൻ അവനെ കാണുന്ന അനുഭവം പഴയ നിയമത്തിലുള്ള യോബിനെന്ന് പറയാൻ സാധിക്കുന്നുവെങ്കിൽ, അതേ ദൈവമക്കളെ, പുതിയ നിയമക്കാരെ നമ്മൾ എത്രത്തോളം പറയണം. അതേ നമുക്ക് വേണ്ടി വരച്ച് കാട്ടിയിരിക്കുന്നു. എന്ത് യേശു ക്രിസ്തുവിനെ വരച്ച് കാട്ടിയിരിക്കുന്നു. എങ്ങനെയുള്ളവനായി? രാജാതി രാജാവായി, കർത്താതി കർത്താവായി, സൗഖ്യദായകനായി, ആശ്വാസദായകനായി, യഹോവ ഈരയായി, യഹോവ ശാലോമായി, യഹോവ നിസിയായി ഒക്കെ കർത്താവ്, യഹോവ റാഫയായി കർത്താവിനെ വരച്ച് കാട്ടിയിരിക്കുക. മാത്രമല്ല നമ്മൾ അനുഭവസ്ഥരാണല്ലോ, ഇന്ന് വരെ നമ്മൾ അനുഭവസ്ഥരാകുന്നു. ജോസഫ് പാസ്റ്റർ പറഞ്ഞ പോലെ സ്തോത്രം, കർത്താവ് തന്നെ ബലപ്പെടുത്തി വണ്ടി ഓടിച്ചത് ആശുപത്രി പോകാൻ ബലം ദൈവം കൽപ്പിച്ചല്ലോ. ഹല്ലേലൂയ. അനേക ഈ ലോകം വിട്ടു പോകുമ്പോൾ, മറിഞ്ഞു വീഴുമ്പോൾ മറിയാതെ കർത്താവ് തന്നെ ഉള്ളങ്കൽ വഹിച്ചു ക്ഷേമത്തോടെ പോയി വരാൻ തന്നെ. മാത്രമല്ല, ഈ സൂമിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും നിങ്ങളെ കാല് വഴുതി വീഴാതെ, നിങ്ങളെ ബാത്റൂമിലായിക്കോട്ടെ, നിങ്ങളെ സ്തോത്രം അതേ ഹല്ലേലൂയ കിച്ചണിലായിക്കോട്ടെ, എവിടെ ആയിരുന്നാലും വീഴാതെ കർത്താവ് ഉള്ളങ്കൽ വഹിച്ചത് എന്തിനു വേണ്ടി? അവന് വേണ്ടി സാക്ഷ്യം പറയുവാനോ. പ്രൈസ് ദി ലോർഡ്. അജീഷ് പാസ്റ്റർ അല്പം ദുഃഖത്തോടെയാണ് പറഞ്ഞത്, ആർക്കും സാക്ഷ്യം പറയാൻ താല്പര്യം ഇല്ല. സ്തോത്രം. അതുമാത്രമല്ല പാസ്റ്റർ, ചിലപ്പോൾ സമയത്തിൻ്റെ വിവരിക്കാൻ പോയ നമ്മളെ ചില സഹോദരിമാർക്ക് ആ പ്രശ്നമുണ്ട്. ഈ സ്റ്റോപ്പിടാൻ്റെ പ്രശ്നം പലർക്കും ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് പലരും പറയാത്ത എന്ന് എൻ്റെ ചിന്തയില്ലാത്ത കാര്യമാണ്. ചിലർക്കത് ബ്രേക്ക് ഇടാൻ അറിയില്ല. അപ്പോൾ അവർ തുടങ്ങി അങ്ങോട്ട് പോകും. അതുകൊണ്ട് എന്തിനാണ് വെറുതെ പ്രയാസമാക്കുന്നത് എന്നും കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. എങ്കിലും സ്തോത്രം, കർത്താവ് സഹായിക്കട്ടെ. പക്ഷെ ഒറ്റ വാക്ക് ഒരു കാര്യം പറയാം, കർത്താവ് കഴിഞ്ഞ ഒരാഴ്ച എന്നെ അത്ഭുതമായി, നല്ലവനും അത്ഭുതമായെന്നല്ല, കർത്താവിനെ അത്ഭുതമായി നടത്തി. സ്തോത്രം എന്ന് മാത്രം ഒറ്റ വാക്ക് നമുക്ക് പറയാൻ സാധിക്കും. അത് പറഞ്ഞ് നമ്മൾ പഠിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലേ ആവുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ അതിനു വേണ്ടി സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്ന സമയമുള്ളിടത്ത് ധാരാളം പ്രാർത്ഥിക്കുക, സമയമില്ലാത്ത ചുരുക്കമായി പ്രാർത്ഥിക്കുക. സമയമുള്ളിടത്ത് ധാരാളമായി അത് സാക്ഷ്യം പറയാൻ സമയം ലഭിച്ചാൽ പ്രസ്താവിക്കുക, ഇല്ലാത്തടത്ത് അതനുസരിച്ച് അതിനുവേണ്ടി എന്ത് വേണം? പ്രാർത്ഥന വേണം. ദൈവസ്ഥനിൽ ഇരുന്നാലേ നമുക്ക് ആ കൃപ ലഭിക്കുള്ളൂ. നമ്മളെ ഭരിക്കുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറാകണം.
ഇതിപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഭരിക്കുക, നമ്മൾ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുക അല്ല, പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കണം. പ്രൈസ് ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാനും കർത്താവിനോട് ഈ ദിവസങ്ങൾ പ്രാർത്ഥന, കർത്താവേ എന്നെക്കുറിച്ചുള്ള വെളിപ്പാട്. കഴിഞ്ഞ ദിവസം 7 ദിവസം ഉപവാസ പ്രാർത്ഥിക്കുക. അവിടെ പോയി ഇപ്പോൾ 7 ദിവസം ഒരു ദിവസം ഒരു പാസ്റ്റർ വന്ന്, പല പാസ്റ്റർമാർ വന്ന് ഒരാൾ നല്ല എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ, ഭാവിയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുശേഷം ഇനി അനുഗ്രഹിക്കപ്പെടും സഹായിക്കുമൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ എനിക്ക് ഇവിടെ ദുഃഖം തോന്നി. കാരണം എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, സ്തോത്രം. ദേഷ്യം ഉണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവമുണ്ട്, സ്തോത്രം. നിങ്ങൾ മുമ്പിൽ പറയാനും ആരും മുമ്പിൽ പറയാനും അത് കാരണം വേറെ ആരും പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കാര്യം പറയുന്നു. എന്നിൽ പ്രവചന ആത്മാവ് ഉള്ളതുകൊണ്ട്, സ്തോത്രം, ഞാൻ ഇവിടെ വെച്ച് എന്നെ വിധിച്ചാൽ സ്വർഗത്തിൽ പോകുമ്പോൾ പിന്നെ എനിക്ക് വിധി ഉണ്ടാവില്ല. മാത്രമല്ല ഇവിടെ വെച്ച് ഞാൻ എന്നെ വിധിച്ചാൽ പിന്നെ വേറെ ആർക്കും എന്നെ വിധിക്കാനും സാധിക്കില്ല, ഒരു പ്രവാചകനും എന്നെ വിധിക്കാനും സാധിക്കില്ല, സ്തോത്രം. എന്നും ഞാൻ പോകുമ്പോൾ എവിടെ പോയാലും കർത്താവ് പ്രവാചകൻ ഉണ്ടെങ്കിൽ, സ്തോത്രം, എന്നെക്കുറിച്ച് അത് കുറവ്, എൻ്റെ കുറവെന്ന് വെളിപ്പെടുത്തണം. ചിലരൊക്കെ കേട്ടോട്ടെ, ആദ്യമായി കേൾക്കുന്ന ആൾക്കാരായിരിക്കും, ആദ്യമായി പോകുന്ന സഭയിലായിരിക്കും, എങ്കിലും അറിഞ്ഞോട്ടെ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്നാലും അവിടെ ചെല്ലുമ്പോൾ കോടാനുകോടി ദൂതന്മാരെ മുമ്പാകെ, കോടാനുകോടി വിശുദ്ധന്മാരെ മുമ്പാകെ എനിക്ക് നാണം കെടേണ്ടി വരുമല്ലോ. ഇവിടെ വെച്ച് എൻ്റെ കുറവ് മനസ്സിലാക്കി എനിക്കത് നികത്തി കൊണ്ടുപോകാൻ സാധിക്കും. കർത്താൻ ആത്മാവ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നമുക്ക് തന്നിരിക്കുന്ന പ്രവചന ദൂതുകൾ പ്രവാചകന്മാരെ സൃഷ്ടിച്ച് വളരെ അനുഗ്രഹമാണ്, അത് ആവശ്യമാകുന്നു. പക്ഷേ വ്യതിചലിച്ച് പോകുന്ന അനുഭവം ഉണ്ട്, നമ്മളെ തെറ്റിച്ച് കളയുന്ന അനുഭവം. യേശു താൻ തന്നെ പറഞ്ഞു, പ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ച് കൊള്ളുവിൻ. യേശു ഇത് പറഞ്ഞെങ്കിൽ പിന്നെ അതും വലിയ കാര്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വളരെ സൂക്ഷ്മയോടെ ജീവിപ്പാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ദൂതാണോ ഞാൻ കേൾക്കുന്നത്, എന്നെ കേൾപ്പിക്കുന്നത്? എന്നെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ദൂതാണോ ഞാൻ കേൾക്കുന്നത്? എന്നെ ക്രൂശിലേക്ക്, എൻ്റെ കഷ്ടങ്ങളിലേക്ക് അത് അടുപ്പിക്കുന്ന ദൂതാണോ ഞാൻ കേൾക്കുന്നത്? മാത്രമല്ല എൻ്റെ കഷ്ടതയിൽ എന്നെ സഹായിക്കുന്ന ദൂതുകളാണോ പ്രൈസ് ലോർഡ് ഞാൻ കേൾക്കുന്നത് എന്ന് നമ്മൾ ശോധന ചെയ്യണം. പ്രൈസ് ലോർഡ്. അങ്ങനെ ശോധന ചെയ്ത് പോകുമ്പോൾ ഹല്ലേലൂയ, അത് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരും. അതുകൊണ്ട് കർത്താനാത്മാവ് സഹായിക്കണം. നമ്മളിലേക്ക് ചായഞ്ഞു വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വിചാരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വിചാരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തിന്മയ്ക്കായിട്ടല്ല, സ്തോത്രം, അത് നന്മയ്ക്കായിട്ട് തന്നെ. പ്രൈസ് ലോർഡ്. തിന്മയ്ക്ക് ആകാതിരിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഇടുന്നിൽക്കാം, ഉപസിക്കാം. 3 ദിവസം ഉപവാസ പ്രാർത്ഥന എന്നൊരു കാരണമായി തീരട്ടെ ദൈവസന്നിധിയിൽ. അത് നമ്മൾ തന്നെ സമർപ്പിച്ച്, കഥാവെ ഒരിക്കലും അത് എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ചിന്തകൾ, വിചാരങ്ങൾ തിന്മയ്ക്കായി തീരാതെ അത് എന്നും നന്മയ്ക്കായി, എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ സഭയെക്കുറിച്ചും റീമ പ്രയർ മിനിസ്ട്രിയെക്കുറിച്ചുള്ള അങ്ങയുടെ ചിന്തകൾ, വിചാരങ്ങൾ എന്നും നന്മയ്ക്കായി തീരണം എന്ന പ്രാർത്ഥനയോടെ ഞാനും ഇരിക്കുന്ന സമയം നൽകിയ കർത്തദാസന്മാരോടും സ്തോത്രം, ജയസോറിയോടും റീമ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്ന കർത്താവ് ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തമായി അഭിഷിക്തദാസനെ ദൈവം നമ്മുടെ മധ്യ ഉപയോഗിച്ചതിനായി നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ വ്യക്തമായി ശക്തമായി നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെട്ടു. ആ കേട്ട അവതരത്തുമ്പാകൃതയെ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ഗാനത്തിൻ്റെ വേണ്ടി നമുക്ക് പാടാം. തേജസ്സേ